എനിക്ക് 48 വയസ്സുള്ളപ്പോഴാണ് മാഷ് പോകുന്നത്. ആ 48 വയസ്സ് വരെയും എൻ്റെ ലോകം എന്ന് പറയുന്ന രവീന്ദ്രൻ മാഷും മക്കൾ 3 പേരുമാണ്. ഇത് എൻ്റെ അപ്പുറത്തൊരു ലോകം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല. പെട്ടെന്ന് മാഷങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ഇത്രയൊക്കെ പ്രായമായില്ലേ വന്നു. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ശൂന്യതയായിരുന്നു. അവിടെ മാഷിൻ്റെ ഒരു സ്മാരകം പണിയുന്ന ഒരു ഇതുണ്ട്. തുടങ്ങിയിട്ട് 2009 തുടങ്ങിയതാണ്, ഇതുവരെയും തീർന്നിട്ടില്ല. ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യുന്നത് കാരണം അത് അങ്ങനെ തന്നെ നിൽക്കുക. അപ്പൊ അതിൻ്റെ ഒരു മോഡലാണിത്. ഈ പഞ്ചായത്തുകാരും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കളിയാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. 2009 ദാസേട്ടനാണ് തറക്കല്ലിട്ടത്. അതേ ദാസേട്ടൻ പറഞ്ഞ് തറക്കല്ലോട് നിൽക്കരുതെന്ന്. പക്ഷെ അത് അന്നോട്ട് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. 2026 ഇതുവരെയും അത് പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ശ്രീകണ്ഠൻ നായർ വിധവകളെ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ വിധവകൾ എന്നുള്ള പേര് മാറ്റും, വിധവകൾ എന്ന് പറയാൻ ഇഷ്ടപ്പെടും. കാരണം അതൊരു ഇൻസൾട്ടിങ് ആണ്. അവർ പങ്കാളികളായിരുന്നു, കൂടെ ചേർന്നവരാണ്. അവർ വേർപെട്ട് പോയി. അതിനുശേഷം നമ്മൾ സ്ത്രീകൾ മാത്രം അങ്ങനെ വിധവകളായത്. സംഗീതത്തിന്റെ അത്രയും തന്നെ മാഷ് കുടുംബത്തിന് അതെ, തീർച്ചയായിട്ടും. അല്ല, യാതൊരു സംശയമില്ല. മാഷിന്റെ ജീവിതത്തിൽ രണ്ടേ ഉള്ളൂ, ഒന്ന് സംഗീതം, ഒന്ന് കുടുംബം. മാഷിന് വേറെ യാതൊരു എന്റർടൈൻമെന്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. ഈ ചില പേരൊക്കെ പണ്ട് വേദിയിൽ നൃത്തമാടിക്കൊണ്ടും മരിക്കുന്നതും പലതും മാഷ് പറയും, ഇതാണ് മരണം എന്ന് വെച്ചാൽ അവിടെ പാഷൻ, അത് എന്നോട് ഒപ്പം തന്നെ അങ്ങോട്ട് പോവുക. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു രവീന്ദ്ര മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഭർത്താവും കൂടിയായിരുന്നു ദാസേട്ടൻ. ഈ കോംബോ എന്ന് പറയുന്നത് നമുക്ക് മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കോംബോ അല്ലേ? ദാസേട്ടൻ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വളരെ ഫേമസ് ആയി വലിയൊരു അതിനുശേഷം 3-4 വർഷം കഴിഞ്ഞപ്പോഴും മാഷ് പോകുന്നത് അവിടെ. ആ സമയത്ത് മാഷ് ഇങ്ങനെ പാട്ടിന് ചാൻസലേഴ്സ് നടക്കുന്ന സമയമാണ്. അധികം ചാൻസുകളൊന്നും പിന്നെ ഇല്ല. ദാസേട്ടനായിട്ട് നല്ല പരിചയമായി. അങ്ങനെയാണ് സൗഹൃദം വളർന്നത്. ജാസി ഗിഫ്റ്റിന്റെ 2 ഒരേ സമയത്താണല്ലോ ഇറങ്ങിയത്. അപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങി, ഇത് ട്രെൻഡ് മാറാൻ തുടങ്ങി എന്നൊക്കെ. പക്ഷെ പറഞ്ഞ് ഞാൻ പല സിനിമ അതിനും ചെയ്യുന്നില്ല, ഞാൻ ഇനി കച്ചേരി ചെയ്യാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് പോയി വാങ്ങിച്ചെടുത്താണ് ഈ തമ്പുരു. മാഷിന്റെ കസേര വേറെ ആര്യത്തിൽ ഇരുത്താറില്ല, അതുകൊണ്ട് ശരി തമ്പുരു. അതാണ് രവീന്ദ്രൻ മാഷിന്റെ ഹാർമോണിയം. ഈ ഹാർമോണിയമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്, സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കംപ്ലീറ്റും കാണാം. ഇതിന്റെ പാണ് ഹരിമുരളിലും ഒക്കെ പറഞ്ഞത്. ഇന്ന് ഞാനുള്ളത് മലയാള സിനിമ സംഗീത ലോകത്ത് പകരം വെക്കാനില്ലാത്തൊരു പ്രതിഭയുടെ വീട്ടിലാണ്. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ് ഹോം ടൂർ. ഒരുപാട് നാളായി വിചാരിക്കണു. അതെ, രവീന്ദ്ര മാഷ കുറേ ഓർമ്മകൾ നമുക്ക് സംസാരിക്കാം. അതിന്റെ മുന്നേ ഒരുപാട് ഓർമ്മകൾ ഇവിടെ ചുമരിൽ തന്നെ ഉണ്ടല്ലേ? വന്ന് കയറുമ്പോ തന്നെ കാണുന്നത് ഈ വലിയ ഫോട്ടോ. അതാണല്ലോ നമ്മള് കഥയുടെ നേരെ തുറന്നു കഴിഞ്ഞാൽ രവീന്ദ്രൻ മാഷിന്റെ വീടാണ്. അതെ അതെ അതെ, അതാണ് രവീന്ദ്രൻ മാഷിനെയാണ് കാണുന്നത്. ഈ ഫോട്ടോ എങ്ങനെയാ വെക്കുന്നത്? ഇത് ശരിക്കും മാഷ് അവസാനമായിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ, വടക്കനാഥനാണ് ആ ലാസ്റ്റ് പടം. കളഭം എന്ന പേരിലൊരു പടം ചെയ്യാൻ മാഷല്ല പിന്നെ ചെയ്തത് തോന്നുന്നുണ്ട്. എങ്കിലും അതിന് പൂജയൊക്കെ നടത്തുന്നത് മാഷിന് ശേഷം. അപ്പൊ അവർ ഈ ഫോട്ടോയാണ് വെച്ചിട്ട്, കോയമ്പത്തൂരുള്ളൊരു ഹരികുമാറായിരുന്നു, അവർ ഈ ഫോട്ടോ വെച്ചിട്ടാണ് അന്ന് പൂജയ്ക്കൊക്കെ വെച്ച്. എന്നിട്ട് ആ ഫോട്ടോ എനിക്ക് കൊടുക്കുകയാണ് ഗിഫ്റ്റ് ആയിട്ട്. അതുകൊണ്ട് കുറെ ഡയലോഗൊക്കെ ഉണ്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ഫാദർ, ലവിങ് ഹസ്ബൻഡ്. ഓ, കുറെ ഉണ്ടല്ലോ. അതെ, മിന്നൽ ടീം. അന്നൊരു മിന്നൽ ടീമാണ്. പിന്നെ അത് കളവോ എന്ന പേരിൽ പുറത്തു വന്നു, ആ പടം പുറത്തു വന്നായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയാണ് ആ ഫോട്ടോ വെച്ചിരിക്കുന്നത്. ചെന്നൈ വീട്ടിലായിരുന്നു. ചെന്നൈ വീട്ടിലായിരുന്നു. മാഷിന് ശേഷമാണ് ആ പൂജ നടന്നത്. മാഷിന് പോയതിന് ശേഷമാണ്. അപ്പൊ അവര് ഇത്രയും വലിയൊരു ഫോട്ടോ അല്ലേ അവിടെ മദ്രാസില് കോതണ്ടപാണി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു എന്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത്. അതിനുശേഷം അത് കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ട് പോയതാണ്. രസമുള്ളൊരു ഫോട്ടോ അവിടെ ഉണ്ട്, ഒരു ഫാമിലി ഫോട്ടോ അല്ലേ? ഇവരൊക്കെ 3 പേര് സംഗീതം പഠിച്ചവരാണ്. 3 പേരും കർണാട്ടിക് സംഗീതമൊക്കെ പഠിച്ചവരാണ്. എങ്കിലും വളർന്നു വന്നപ്പോൾ ഓരോരുത്തരും ഓരോരോ പ്രൊഫഷനാണ്. എന്നാലും സിനിമ തന്നെയാണ് എടുത്തത്. ഇവൻ രാജൻ വന്നിട്ട് ഈ ആദ്യം നമ്മുടെ ഷാജി കൈലാസിന്റെ കൂടെയാണ് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ മദ്രാസിൽ പോയിട്ട് മിഷ്കിൽ എന്നൊരു ഡയറക്ടറുടെ ഇതായി, അസോസിയേറ്റ് ഡയറക്ടറായി. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 3-4 പടങ്ങൾ അവൻ ചെയ്തു.
മുരൺ എന്നുള്ള പടം, ചിത്രം ബേസ്ഡ് സെക്കൻഡ് പാർട്ട്, അങ്ങനെ കുറെ പടങ്ങൾ. ചിത്രം അതെ അതെ. പിന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിന്റെ വർക്കിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു മലയാളത്തിൽ ചെയ്യാനൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് വന്നിരിക്കുക. ഇവൻ സാജൻ മ്യൂസിക് ഡയറക്ടറാണ്. അവൻ നല്ല കീബോർഡ് പ്ലെയറും കൂടിയാണ്. പിന്നെ കുറേ പടങ്ങൾ മലയാളത്തിൽ, തമിഴിലാണ് അവനും ചെയ്തിട്ടുള്ളത്. തമിഴും തെലുങ്കൊക്കെയാണ്. തെലുങ്കാണ് ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. മാഷ് ഉള്ളപ്പോഴേ ചെയ്ത് തുടങ്ങിയിട്ടായിരുന്നു. തമിഴ് മാഷ് ഉള്ളപ്പോഴേ. അന്ന് പ്രേമിക്കുലു എന്നൊരു പടം മാഷ് പോകുന്ന ആ വർഷമാണ്. അവനൊരു 6 പാട്ടുകളിൽ 3 പാട്ട് മാഷ് കേട്ടു. മറ്റോ പിന്നെ കേൾക്കാൻ പറ്റില്ല. അത് അങ്ങനെ അന്ന് തുടങ്ങിയതാണ് അവൻ. മലയാളത്തിൽ അവൻ യക്ഷിയും ഞാനും എന്നൊരു പടം കേട്ടിട്ടില്ല, വിനയൻ്റെ പടം, അത് ചെയ്തു. പിന്നെ കുറച്ച് പടങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പടം ഉണ്ടായിരുന്നു, മറ്റേ എന്താണ് മൃദുഭാവേ ദൃഢകൃത്യം എന്നൊരു പടം അതായില്ല. പക്ഷെ അതിലൊക്കെ അവനാണ് മ്യൂസിക് ചെയ്തത്. മറ്റവനാണ് ചെറിയ ആള്, അവൻ നവീൻ തമിഴിലെയും തെലുങ്കിലെയും ഓൾമോസ്റ്റ് എല്ലാ ഹീറോസിനും പാടിയനാണ്. കുറെ എല്ലാ ഹിറ്റ് പാട്ടുകളാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഹിറ്റ് പാട്ടുകളാണ്. മറ്റേ കേട്ടിട്ടില്ല പോക്കിരി പൊങ്കലൊക്കെ, ഡാഡി അത് തുടങ്ങി കുറേ പാട്ടുകൾ അവൻ പാടിയിട്ട് തെലുങ്കിലും തമിഴിലും, കൂടുതലും തെലുങ്കിലും പാടിയിരുന്നു ആദ്യം. അവൻ ഇപ്പോൾ വന്ന് UK സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവനും ഫാമിലിയെല്ലാം അവിടെയാണ്. അങ്ങനെയാണ് ഇപ്പൊ വരും. ഈ ജൂലൈ മാസം 19 വരുന്നുണ്ട്. മലയാളത്തിൽ പാടാൻ മലയാളത്തിലാണ് ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്. അതായത് ബൈസിക്കിൾ ദിവസ്, നമ്മുടെ ദീപക് ദേവിന്റെ മ്യൂസിക്കിൽ ഒരു പാട്ട്, നല്ല മേലേ വാനിലേ എന്നൊരു മെലഡി, നല്ല പാട്ടാണ് പാട്ടുകൾ. പക്ഷെ ഒറ്റ പാട്ടേ മലയാളത്തിൽ പാടിയിട്ടുള്ളൂ കേട്ടോ, അതുപോലെ ഒരു തമ്പുരി ഇരിപ്പുണ്ട്. അത് മാഷ് ഉപയോഗിച്ചിരുന്നതാണോ? തീർച്ചയായിട്ടും. മാഷിന്റെ കസേര, മാഷിന്റെ തമ്പുര, ഇനി അതിനകത്ത് ഹാർമോണി ഇരിപ്പുണ്ട്. എന്തെങ്കിലും മെമ്മറി ഉണ്ടോ തമ്പുരുവിന്റെയോ? ഇല്ല, തമ്പുരൻ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം മാഷിന്റെ തമ്പുര ഉണ്ടായിരുന്നു, പഴയ തമ്പുര. അത് മാഷ് മക്കളെ പഠിപ്പിച്ച് മാസ്റ്റർ കൊടുത്തു. പിന്നെ മാഷിന്റെ അവസാന സമയത്ത് ഈ അതായത് വടക്കുന്നാഥൻ ഇറങ്ങിയ സമയത്ത് ജാസി ഗിഫ്റ്റിന്റെ 2 ഒരേ സമയത്താണല്ലോ ഇറങ്ങിയത്. അപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങി ഇത് ട്രെൻഡ് മാറാൻ തുടങ്ങി എന്നൊക്കെ. അപ്പൊ മാഷിന് ഒരു മാഷ് പറഞ്ഞു, ഞാൻ പല സിനിമ അതിനും ചെയ്യുന്നില്ല, ഞാൻ ഇനി കച്ചേരി ചെയ്യാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് പോയി വാങ്ങിച്ചെടുത്തതാണ് ഈ തമ്പുരു. രവിപുരത്തുള്ള ഒരു കടയുണ്ട് ശ്രീകുമാറിന്റെ, അവിടെ നിന്നാണ്. അന്ന് അവര് കാശ് പോലും വാങ്ങിച്ചില്ല ഇതിന്. മാഷ് കൊടുത്തിട്ട് അത് പറഞ്ഞ ഇനി മാഷ് കച്ചേരി ചെയ്തിട്ട് കുറെ സന്തോഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സാധിച്ചില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് മാഷിന് പോകാൻ സമയമായി. അങ്ങനെ മാഷ് പോയി. അങ്ങനെയാണ് അതിന്റെ ഇത്. ആദ്യം ഞങ്ങൾ പിന്നെ മാഷിന്റെ കസേര വേറെ ആരും ഇരുത്താറില്ല, അതുകൊണ്ട് ശരി തമ്പുരു അങ്ങനെയൊക്കെയാണ്. ശരി, അതുപോലെ ഹാർമോണിയം അല്ലേ? അതാണ് രവീന്ദ്രൻ മാഷിന്റെ ഹാർമോണിയം. ഈ ഹാർമോണിയമാണ് ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. കംപ്ലീറ്റും ഇതാണ്. ഇതിൽ പണ ഹരിമുരളിലും ഒക്കെ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഹാർമോണിയത്തിന്റെ. മാഷ് കമ്പോസ് സമയത്ത് മാത്രമേ ഉപയോഗിക്കൂ. അങ്ങനെ ഹാർമോണിസ്റ്റ് ആയിട്ടൊന്നും മാഷ് അങ്ങനെ വായിക്കാറൊന്നുമില്ല. പെട്ടെന്ന് ഇത് കാണുമ്പോ ഇല്ല, മാഷ് കമ്പോസ് ചെയ്യുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന വേണം. പക്ഷെ മാഷ് എന്നിട്ട് ഹാർമോണിയം അങ്ങനെ വായിക്കൊന്നുമില്ല. ആ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് സാപ്പാസ പിടിക്കാൻ വേണ്ടി മാത്രമാണ് മാഷിൻ്റെ. വാസ്തവത്തിൽ ഇതിൻ്റെ റീഡിൽ ഒരു 3 കട്ട, അതായത് സാപ്പാസ പിടിച്ച് കട്ട തേഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ചെറിയ മോൻ്റെ കയ്യിലായിരുന്നു ഇതുണ്ടായിരുന്നു. അവനത് കൊണ്ടുപോയി മാറ്റി എല്ലാം ക്ലിയർ ആക്കി. പക്ഷെ അതായിരുന്നു വേണ്ടുന്നത്. കാരണം മാഷിൻ്റെ ഓർമ്മകൾക്ക് ആ വിരൽ പതിഞ്ഞ് അതായിരുന്നു വേണ്ടുന്നത്. അപ്പം അങ്ങനെ മാറ്റി ഇവനാക്കിയത്. തീർച്ചയാണ് ശരി. ദാസേട്ടൻ ഈ കോംബോ എന്ന് പറയുന്നത് നമുക്ക് മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കോംബോ അല്ലെ? എപ്പോഴും രവീന്ദ്ര മാഷ് എന്ന് പറയുമ്പോൾ കൂടെ യേശുദാസ് എന്നും കൂടെ ചേർത്ത് പറയപ്പെടുന്നു എപ്പോഴും. അവരുടെ ഒരു സൗഹൃദത്തിന് അത്രയും വർഷങ്ങളുടെ ഒരു പഴക്കമുണ്ട്. തീർച്ചയായിട്ടും. ഇവര് ശരിക്കും പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സ് ഒന്നും ആയിരുന്നില്ല. പലപ്പോഴും പറയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ന് ആയിരുന്നില്ല. ദാസേട്ടൻ പെട്ടെന്ന് വളരെ ഫേമസ് ആയി. അതിനുശേഷം 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് മാഷ് പോകുന്നത് അവിടെ. ആ സമയത്ത് മാഷ് ഇങ്ങനെ പാട്ടിൻ്റെ ചാൻസ് നടക്കുന്ന സമയമാണ്. അധികം ചാൻസുകളൊന്നും പിന്നെ ഇല്ല, കിട്ടിയിട്ടില്ല. പക്ഷെ പിന്നെ കോറസൊക്കെ പാടാൻ പോയി. അങ്ങനെ ദാസേട്ടൻ്റെ പാട്ട് കോറസൊക്കെ പാടാൻ പോയി ദാസേട്ടനായിട്ട് നല്ല പരിചയമായി, കുടുംബമായിട്ട് നല്ല അടുപ്പമായി. പിന്നെ വളരെ വലിയ സൗഹൃദമായി. ആ സൗഹൃദത്തിനൊക്കെ കൂടുതലൊരു
സഹോദരം ബന്ധമായിരുന്നു. കാരണം ശരി ദാസേട്ടന് ഒരു അനിയനുണ്ട്, ആൻ്റപ്പനും രവിയേട്ടനും കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കും. ദാസേട്ടൻ്റെ അച്ഛൻ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു രവിയേട്ടന്. അതുകൊണ്ട് കൂടെ വീട്ടിലൊക്കെ നല്ല സ്വാതന്ത്ര്യം വളരെ ഇഷ്ടമായിട്ട് അങ്ങനെയാണ് സൗഹൃദം വളർന്നത്. രവീന്ദ്ര സംഗീതത്തിന്റെ ഒരു വേദിയിൽ ദാസേട്ടൻ വളരെയധികം ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിരുന്നു ശരീരം കൊണ്ടല്ല ശാരീരം കൊണ്ടുള്ള പാട്ടുകളാണ്. അത് രവീന്ദ്ര സംഗീത സന്ധ്യ എന്ന പ്രോഗ്രാം നമ്മൾ 2014 ഇവിടെ ദർബാർ ഹാളിൽ ഗ്രൗണ്ട് നടത്തിയതാണ്. അന്ന് ദാസേട്ടൻ 4 പാട്ടുകൾ പാടി. പക്ഷെ 4 പാട്ടുകളും വളരെ ഇമോഷണലി ഭയങ്കര ബേസ്ഡായിരുന്നു അന്ന്, വളരെ ഇതായിട്ടുള്ളത്. കാരണം അത് ആത്മാർത്ഥമാണ്. കാരണം ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു അവർ തങ്ങളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴാണെങ്കിലും ശരി ഒരു എന്താ പറയുക, മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാകും സ്വാഭാവികമായിട്ടും. ഏട്ടൻ പോയതിനു ശേഷമാണ് എൻ്റെ മോൻ്റെ കല്യാണമൊക്കെ നടന്നത്. അപ്പം ഇപ്പം വന്ന് ഞാൻ മ്യൂസിക് ഡയറക്ടർ എന്നൊരു സാധൻ്റെ കല്യാണമൊക്കെ നടത്തി വെച്ച് ദാസേട്ടനാണ് വന്നിട്ട്. അന്നും ഇതുപോലെ ദാസേട്ടൻ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് മറ്റൊരു ആൾക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ഒപ്പുവയ്ക്കുന്നത്. അത് എൻ്റെ രവിയുടെ മാനായതുകൊണ്ടാണ്. രവിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അന്ന് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു, ചെന്നൈയിലൊരു അമ്പലത്തിൽ വെച്ചിട്ട്. അവിടെ അങ്ങനെ പൊട്ടിക്കറിഞ്ഞു ദാസേട്ടൻ. എന്നുവെച്ചാൽ അങ്ങനെ ആ ഒരു മാനസികമായിട്ട് അത്രയും വലിയ അടുപ്പം ഉണ്ടായിരുന്നു. കാരണം ശരി അവർക്ക് എപ്പോഴും ആ ഒരു ഇമോഷൻ അടക്കാൻ പറ്റില്ല, പലപ്പോഴും അങ്ങനെയാണ്. ആ വേദിയിൽ പറയുന്നുണ്ട് രവി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് അവാർഡുകൾ ഉണ്ടല്ലേ അവിടെ. അവാർഡുകൾ മേലെ ഇരിക്കുന്നൊക്കെ മാഷിൻ്റെ ശരിക്കും പറഞ്ഞാൽ കുറച്ചേ ഉള്ളത്. അതിൻ്റെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പം മേലെ ആയിരിക്കുന്നൊക്കെ മാഷിൻ്റെയാണ്. ഇതിൽ ഏറ്റവും പഴക്കമുള്ളത് ഏതാ? ഇത് മാഷിൻ്റെ ഇതൊക്കെയാണ് ശരി. ഇതൊക്കെ ക്രിട്ടിക്സ് അവാർഡ് എന്നൊക്കെ പറയും. ക്രിട്ടിക്സ് അവാർഡ് ഇങ്ങനെയൊക്കെയുള്ള മാഷിൻ്റെ വാസ്തവത്തിൽ അവാർഡുകൾ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. 2 തവണ മാത്രമാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഭാരതത്തിനും പിന്നെ നന്ദനത്തിനും. ദേശീയ അവാർഡ് എന്ന് പറയുന്നത് മാഷിന് വന്നിട്ട് ദേശീയ അവാർഡ് വന്നിട്ട് അവാർഡായിട്ട് കിട്ടിയിട്ടില്ല. സ്പെഷ്യൽ ജൂറി മെൻഷനായിരുന്നു ഈ ഭരതത്തിന് കിട്ടിയിട്ടുള്ളത്. അത് അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ മാഷിന് മറ്റേ സാധാരണ ഈ ഫിലിം ഫെയർ ഒക്കെ 4-5 തവണ മാഷിന് കിട്ടിയതാണ്. ഫിലിം ഫെയർ അവാർഡാണ് ശരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ എല്ലാം പല പല അവാർഡുകൾ ഇതൊരിക്കലും ഫ്യൂച്ചർ പ്രോഗ്രാം പോയപ്പോഴത്തേക്ക് കിട്ടിയതാണ്. ഒരു ഫ്യൂച്ചറിൻ്റെ ഒക്കെ ഒരു അവാർഡ്. ഇങ്ങനെയൊക്കെയുള്ള അവാർഡ്സാണ് മാഷിന് കൂടുതലുള്ളത്. മാഷ് ആഗ്രഹിച്ചിരുന്നു ഏതെങ്കിലും ഒരു പടത്തിന്? ഇല്ല, ഒരിക്കലും അങ്ങനത്തെ ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. ശരി, മറ്റു പലപ്പോഴും ഈ അവാർഡ് കിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ഈ 3-4 പേരോ ജൂറി തീരുമാനിക്കുന്ന അല്ലല്ലോ, ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അത്രയും ജനങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട്. എനിക്കതാണ് അവാർഡ്, ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ശരി അത്രയ്ക്ക് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും അതൊക്കെ ഓപ്പണായിട്ട് പറയുമായിരുന്നു. അപ്പം ഈ സ്വാഭാവികമായിട്ടും ശരി പിന്നെ കൊടുക്കാൻ മടിക്കുമല്ലോ. സ്റ്റേജിൽ നിന്നിട്ട് തന്നെ പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നിന്നൊക്കെ ശരി പറയും, ഇതുകൊണ്ട് വീട്ടിൽ സ്ഥലമില്ല വെക്കാനായിട്ട്, ഇതുകൊണ്ട് ഒരു കബോർഡ് ഉണ്ടാക്കണം, എന്നെ വെക്കണം, എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു. ഈ അവാർഡൊക്കെ എന്തിനാ 4 പേർ തീരുമാനിക്കുന്നതല്ലല്ലോ മ്യൂസിക്കിന്റെ വാല്യൂ എന്ന് പറഞ്ഞു. ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തണം, അതാണ് ഞാൻ മതിക്കുന്ന അവാർഡെന്ന് പറയും. അതെന്തായാലും ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റു അവാർഡുകളുടെ എണ്ണം കുറവാണെങ്കിലും ശരി. ഇതും മാഷ് ഉപയോഗിച്ചാണോ? ഇത് മാഷ് ഉപയോഗിച്ചതല്ല. ഇത് നാട്ടിൽ, അതായത് ഞങ്ങളുടെ നാട് കുളത്തൂപ്പുഴ എന്ന് പറയുന്നത്, അവിടെ മാഷിൻ്റെ ഒരു സ്മാരകം പണിയുന്ന ഒരു ഇതുണ്ട്. തുടങ്ങിയിട്ട് 2009 തുടങ്ങിയതാണ്, ഇതുവരെയും തീർന്നിട്ടില്ല. ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യുന്നത് കാരണം അത് അങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണിത്. അപ്പോൾ 2 വർഷത്തിന് മുമ്പ് അതിൻ്റെ ബിൽഡിങ് പൂർത്തിയായി. ഏകദേശം ഇത്, അതായത് രാജീവ് അഞ്ചലാണ് അതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്, മോഡൽ ചെയ്തിരിക്കുന്നത്. രാഗസരോവരം എന്നാണ് പേര്. അപ്പോൾ അത് ബിൽഡിങ് പൂർത്തിയായപ്പോൾ അവരൊരു ഓപ്പൺ ഇത് വെച്ചു, ഉദ്ഘാടനം വെച്ചതിന്. ഉള്ളിലൊന്നുമില്ല, വെറും ബിൽഡിങ് മാത്രം. അപ്പം അതിൻ്റെ ഒരു സാമ്പിൾ ആകുമ്പോഴത്തേക്ക് അതെങ്ങനെ നമുക്ക് തന്നതാ ഈ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് പ്രസൻറ്റ് ചെയ്തതാണെന്ന്. പക്ഷെ ഇനിയും അത് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല, കാരണം ഉള്ളിലൊന്നും ചെയ്തിട്ടില്ല. അത് ഈ പഞ്ചായത്തുകാരും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കളിയാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. 2009 ദാസേട്ടനാണ് തറക്കല്ലിട്ട് വെച്ചത്. 9 തുടങ്ങി. മാഷ് പോയി 4 വർഷം കഴിഞ്ഞ ശേഷം കേട്ടോ. അന്നേ ദാസേട്ടൻ പറഞ്ഞ് തറക്കല്ലോട് നിൽക്കരുത്. പക്ഷേ അത് അന്ന് തൊട്ട് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇത്ര 2026 ഇതുവരെയും അത് പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ നാടാണ്, ഞങ്ങൾ 2 പേരുടെയും നാടാണ്. പക്ഷെ നാട്ടുകാർ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എപ്പോഴും പത്രക്കാരും ഇവരൊക്കെ എല്ലാം വന്ന് വെച്ചിതിനെ പറ്റി ചോദിക്കാൻ വേണ്ടി നമ്മളെപ്പം പറയുന്നത് ഇതൊരു അവഹേളനമാണ് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയും, രവീന്ദ്ര മാഷിന് പ്രത്യേകിച്ചൊരു സ്മാരകത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ എല്ലാവരുടെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണിത്. പിന്നെ നമ്മൾ വിചാരിക്കും ശരി ഒരു സ്ഥാപനം പോലെ ഒരു എന്താ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇതിപ്പോ എന്തായി, ഇത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതൊരു ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഒരു അപമാനിക്കലോ ഒരു അവഹേളിക്കലോ ആണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ നമുക്കൊരു വിഷമമാണ് അത് കാണുന്ന സമയത്ത്. നമ്മളങ്ങനെ പോകാറേ ഇല്ല, എന്നെ പോകുമ്പോഴത്തേക്കും പോകാറില്ല. ചെല്ലുമ്പോൾ ഒക്കെ ശരി വരുമല്ലോ, നമ്മുടെ അഭിപ്രായം ചോദിക്കും, എന്താ അഭിപ്രായം പറയാൻ,
പക്ഷെ നമ്മളല്ല ഇത് നടത്തുന്നത്, അതുകൊണ്ട് ചെയ്യുന്നത് ഗവൺമെൻറ്, ഈ പഞ്ചായത്തും ഗവൺമെൻറ്റും എടുത്ത് എക്കോ ടൂറിസം എന്നുണ്ട്, ആ ടൂറിസത്തിനോട് ബന്ധപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തങ്ങൾ എന്തൊക്കെയോ പ്രശ്നം കാരണം നടക്കുന്നില്ല. ഇവർ വരുമ്പോൾ പറയും മറ്റൊരാൾ പ്രശ്നമാണ്, ഇവർ വരുമ്പോൾ ഇവരാ പ്രശ്നം പറയും, ഇങ്ങനെ ഇവർ മാറി വരുന്നതല്ലാതെ ഇതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്മാരകം തന്നെയാണ് ഇത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് മാമിന് കിട്ടിയതും ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതെല്ലാം നമ്മുടെ വകയാണ്. നമ്മള് എന്ന് വെച്ചാൽ നമ്മള് ഈ ഇപ്പോൾ സ്പിരിച്വൽ ലോകത്തേക്ക് ഒരു ഭാഗവത യജ്ഞാചാരിയാണ്, ഭാഗവതം സപ്താഹങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന് കിട്ടുന്ന ഒരു അംഗീകാരങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മുടെ ഈ ഒരു വഴിക്കിരിക്കുന്ന എല്ലാം. മാഷ് പോയതിനു ശേഷമാണോ തീർച്ചയായിട്ടും അതിനുശേഷം സ്പിരിച്വാലിറ്റി? അതെ, 2007 തുടങ്ങിയത്. 2005 മാഷ് പോയി, 2007 ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കടന്നു. 2014 തൊട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു, സപ്താഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പുരസ്കാരം, ഇത് രമേശ് നായർ പേരുള്ള പുരസ്കാരമാണ് ഇത്. നമ്മുടെ അന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവർണറായിരുന്നു കഴിഞ്ഞ വർഷം അതിനെ തന്നത്. ഇതൊക്കെ അതിൻ്റെ പേരിലാണ്. അത് മാഷിനെ കുറിച്ച് പുസ്തകം എഴുതിയത്, അതിനാണ് ആ ഇത് കിട്ടിയത്. ആ പുസ്തകത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ അതുകൊണ്ട് കിട്ടിയത്. മറ്റതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ പോകുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു മൊമെൻറ്റോ ഇങ്ങനെ കൊടുക്കുക പതിവാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ വാങ്ങിച്ച് സൂക്ഷിക്കും. ഒരുപാട് കാലം മാഷിന്റെ കൂടെ ഒരു കുടുംബിനിയായി ജീവിച്ചിട്ട് അതിനുശേഷം ഈ സ്റ്റേജുകളിലേക്ക് പോകുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന പോലെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യമുള്ള ഒരു വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരിക്കലും. പിന്നെ മക്കളും കുടുംബമായിട്ടൊക്കെ ശരി. അപ്പോൾ ശരിക്കും ഒരു കുടുംബിനി തന്നെയായിരുന്നു, ഒരു വീട്ടമ്മ മാത്രമായിരുന്നു. അതിൻ്റെ പുറത്തൊരു ലോകം അറിയാത്ത ഒരു ജീവിതമാണ് ജീവിച്ചത്. ശരി, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് 48 വയസ്സുള്ളപ്പോഴാണ് മാഷ് പോകുന്നത്. ആ 48 വയസ്സ് വരെയും എൻ്റെ ലോകം എന്ന് പറയുന്നത് രവീന്ദ്രൻ മാഷും മക്കളും 3 പേരുമാണ്. ഇത് എൻ്റെ അപ്പുറത്തൊരു ലോകം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ മാഷിൻ്റെ മാഷിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും നമുക്ക് തോന്നും ഇത്രയൊക്കെ പ്രായമായില്ലേ വന്നു. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു, ശൂന്യതയായിരുന്നു. അപ്പോൾ ആ ശൂന്യതയിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ ആത്മീയമായിട്ടുള്ള പ്രവേശനമാണ്. അതൊരു സ്വാമി ഉദിത് ചൈതന്യജി എന്നൊരു സ്വാമിജിയാണ് എൻ്റെ ആത്മീയ ഗുരുനാഥ്. അദ്ദേഹത്തിൻ്റെ സപ്താഹം കേട്ടുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നത്, ഈ ആത്മീയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോത്സാഹനവും അദ്ദേഹത്തിൻ്റെ പ്രചോദനമായിട്ടുള്ള വാക്കുകൾ കേട്ടാണ് നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് കൂടുതൽ വരികയും അത് നമ്മൾ ജീവിത മാർഗമായിട്ട് ഒരു വഴിയായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അത് വളരെ നന്നായെന്ന് തോന്നും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു മാർഗം വേണമല്ലോ നമുക്ക് തുടർന്ന് ജീവിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ശരിയായ വഴിയാണ്. ആത്മീയ വഴി നമുക്ക് അതാണ് ഒരു അവസാനത്തെ ഒരു വഴി, അതാണ് അല്ലേ പിടിവള്ളി. ഏതിലൊക്കെ നമ്മൾ പോയാലും തിരിച്ച് ലാസ്റ്റ് വരേണ്ടുന്നത് അതിലാണ്. അപ്പോൾ എനിക്ക് ദൈവം എന്തായാലും അന്ന് തന്നെ വഴി കാണിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിനൊരു ഇത് വന്നിട്ടില്ല. മാഷിൻ്റെ ഒരു അഭാവം ഉണ്ടെങ്കിൽ പോലും ഇന്നും ഞാൻ പറയാറില്ല. കാരണം മാഷിനെ ചിന്തിക്കാതെ പറയാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. മാഷ് ഇല്ലെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മാഷാണ് ഇപ്പം നമ്മളെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ കണ്ടല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പം രവീന്ദ്രൻ മാഷിന്റെ ഭാര്യക്കാണ് ഈ കിട്ടുന്ന ഒക്കെ എല്ലാ കാലത്തും രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ എന്നുള്ള ഇതാണ് നമ്മുടെ സപ്താഹത്തിന് വിളിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലേബലിലാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ രവീന്ദ്രൻ മാഷിനോടൊപ്പമാണ് ജീവിക്കുന്നത്. എന്നും കൂടിയുണ്ട്. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സപ്താഹ വീട്ടിൽ കിടക്കുമ്പം ഒരു പതിവുണ്ട്, ചിലപ്പോൾ പേര് മാറ്റും. സാധാരണ നമ്മുടെ പേര് എന്തെങ്കിലും ഒരു പ്രേമസ്വരൂ എന്തെങ്കിലും ഒരു പേര് മാറ്റും, രാമാനന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകൾ മാറ്റുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങളൊരു പേര് മാറ്റം നടത്തിയിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ പേര് മാറ്റില്ല. ഞാൻ ശോഭിക്കാൻ തുടങ്ങിയത് രവീന്ദ്രനോട് ചേർന്നപ്പോഴാണ്, ശോഭന രവീന്ദ്രനായപ്പോഴാണ്. എന്നിട്ട് അപ്പോൾ രവീന്ദ്രനെ മാറ്റിയിട്ടുള്ള ഒരു ഇതില്ല. ഞാൻ എന്നും ശോഭന രവീന്ദ്രനാണ് അല്ലേ. അതിന് പറഞ്ഞൊരു പ്രസിദ്ധി നമുക്ക് കിട്ടാനില്ല അല്ലേ. അതുപോലത്തെ ഒരു അത് മാത്രമല്ല, പ്രശസ്തിയുടെ മാത്രമല്ല, പ്രശസ്തി അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു രവീന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഭർത്താവും കൂടിയായിരുന്നു, ഒരു വ്യക്തി, ഭർത്താവ്, എല്ലാ രീതിയിലും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മാഷിൻ്റെത്. അത് മാം തന്നെ പറഞ്ഞിട്ടുണ്ട്, സംഗീതത്തിന്റെ അത്രയും തന്നെ മാഷ് കുടുംബത്തിനെ. അല്ല, തീർച്ചയായിട്ടും, അല്ല, യാതൊരു സംശയമില്ല. രണ്ട് ഇതായിരുന്നു മാഷിന്റെ ജീവിതത്തിൽ, രണ്ടേ ഉള്ളൂ, ഒന്ന് സംഗീതം, ഒന്ന് കുടുംബം. മാഷിന് വേറെ യാതൊരു എന്റർടൈൻമെന്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ ഇപ്പൊ സംഗീതം വെച്ചാൽ ഒരു എന്റർടൈൻമെന്റ് മാഷ് പറയാൻ പറ്റില്ല, നമ്മുടെ തൊഴിലാണ്, നമ്മുടെ പ്രൊഫഷനായിരുന്നു, ഫാഷന് പ്രൊഫഷണൽ ആയിരിക്കുന്നു. പക്ഷെ അതൊരു എന്തൊരു ഹോബിയായിട്ടോ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടോ ഒന്നും ഒരിക്കലും എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ശരി ഒരു പുറമേ ഉള്ള ഒരു ഇതിന് പോകാത്ത ഒരാളായിരുന്നു. ഒരു ലൈഫ് മുഴുവനും അങ്ങനെ ജീവിച്ച ഒരാൾ.
കുടുംബത്തിന് വേണ്ടിയിട്ട് സംഗീതത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ എന്നും ആഗ്രഹമായിരുന്നു സംഗീതം എന്നും കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെ ദൈവം അങ്ങനെ സംഭവിച്ചു. വടക്കുംനാഥൻ ഏറ്റവും ടോപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷ് പോയത്. വടക്കുംനാഥൻ്റെ ആ ഫെയിമോട് കൂടി തന്നെയാണ്. ഫീൽഡ് ഔട്ട് ആവുകയോ അങ്ങനെയൊന്നും മറന്നു പോകുന്നു ചെയ്യാത്ത മാഷ് എങ്ങനെ ആഗ്രഹിച്ചോ സംഗീതത്തിനോടൊപ്പം ആയിരിക്കണം അവസാനം വരേക്കും. ശരിയെന്ന് ഈ ചില പേരൊക്കെ പണ്ട് ഈ വേദിയിൽ നൃത്തമാടിക്കൊണ്ട് മരിക്കുന്നതും പലരും ഒക്കെ മാഷ് പറയും ഇതാണ് മരണം എന്ന് വെച്ചാൽ അവിടെ പാഷൻ അത് എന്നോടൊപ്പം തന്നെ അങ്ങോട്ട് പോവുക. പക്ഷെ ദൈവനിശ്ചയം അതായിരുന്നു. അതുമാത്രമല്ല നമ്മൾ അനായാസേന മരണം ഒറ്റ ഒരു നിമിഷം കൊണ്ടാണ് മാഷ് പോയത്. അപ്പം അത് അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികളുടെയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും അത് ചെയ്ത സംഗീതത്തിൻ്റെയും ഒക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ സംഗീതം എന്ന് വെച്ചാൽ ദൈവികമാണ്. അപ്പം നമ്മളിപ്പോൾ ഈ സപ്താഹമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും ശരി ഇത് വേറൊരു നമ്മൾ പറയുന്നു ആധ്യാത്മികം പറയുന്നു, അത് പാടുന്നു സംഗീതത്തിലൂടെയാണ്. അത് ആധ്യാത്മികം തന്നെയാണ്, ആത്മീയം തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. വെച്ചാൽ എല്ലാവർക്കും കിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് മാഷിനെ പിള്ളേരുടെ കർണാടക മ്യൂസിക്കിൽ ഇത്രത്തോളം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും മാഷിന് ദൈവികമായിട്ടുള്ള അനുഗ്രഹം അത്രത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്ര നല്ല സംഗീതം ചെയ്യാൻ അമ്മ അനുഗ്രഹിച്ചത് കൊണ്ടല്ലേ. ആ ചെയ്യുന്ന കർമ്മമാണ് ഭക്തി, അതിലത്തെ ഇൻവോൾവ്മെൻറ്റ് അത്രയ്ക്കും ഡെഡിക്കേഷനോട് ആത്മാർത്ഥ ചെയ്തുകൊണ്ടാണ് എന്നും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് മാഷിനെ കുറിച്ച് പറയാം. മാഷിനെ കൊണ്ട് 3 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതേ ഒന്ന് രവീന്ദ്ര സംഗീതം കേൾക്കാത്ത രാഗങ്ങൾ എന്നൊരു പുസ്തകം. അത് കഴിഞ്ഞതിന് ശേഷം പുസ്തകം അകത്തിരിക്കുക. പിന്നെ തേനും മയമ്പൂ എന്നൊരു പുസ്തകം. അതിനുശേഷം പിന്നെ ഇപ്പോഴെഴുതാണ് ഒരു മുളംതണ്ട് മുരളികയായപ്പോൾ എന്നുള്ളൊരു പുസ്തകം. അപ്പൊ അതിനാണ് ശരി ഇപ്പൊ നമുക്ക് അതൊക്കെ കിട്ടിയത്. അങ്ങനെ 3 മാഷ തന്നെയാണ് കഥാപാത്രം. മാഷിനെ കുറിച്ച് തന്നെയാണ് ശരി കിട്ടുന്നത്. അപ്പൊ അതൊക്കെ അപ്പൊ എഴുതാൻ വേണ്ടി ഉണ്ട് എന്നുള്ളതാണല്ലോ. അദ്ദേഹത്തിന് പറഞ്ഞാലും തീരില്ല, എഴുതിയാലും തീരില്ല. അത്രയ്ക്കും ഒരു നല്ലൊരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ കൃഷ്ണഭക്തിയാണെന്ന് തോന്നുന്നു അല്ലെ. ഒരുപാട് കൃഷ്ണനുണ്ട്, സംശയമില്ല. കൃഷ്ണന്മാരേ ഉള്ളൂ. കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. കൃഷ്ണഭക്ത ആയതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ജീവിതം നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും മുന്നോട്ട് പോകില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആശ്രയത്വത്തിലാണ് ഇപ്പോഴത്തെ ജീവിതം മുഴുവനും. അവൻ നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ദൈവേട്ടനില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല, ജീവിതം ഇല്ലാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അതിനപ്പുറത്തൊരു ലോകമുണ്ട്, അതിനപ്പുറത്തും ലോകം ഉണ്ട് എന്നുള്ളത് എന്നെ ഈ സ്പിരിച്വാലിറ്റിയാണ് കാണിച്ചു തന്നത്. കൃഷ്ണൻ്റെ ഒരു ലോകം എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം എന്നോട് ഇപ്പം നമ്മളിവിടെ ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ തമ്മിൽ നമ്മുടെ ശ്രീകണ്ഠൻ നായർ വിധവകളെ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിബേറ്റുണ്ടല്ലോ, അവരുടെ പ്രോഗ്രാം ഉണ്ടല്ലോ അവരുടെ തമിഴ്. എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിരുന്നു. അപ്പം ഞാൻ ആദ്യം ഈ വിധവകൾ എന്നുള്ള പേര് മാറ്റും, വിധവകൾ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അതൊരു ഇൻസൾട്ടിങ് ആണ്. നമ്മൾ ജനിച്ചപ്പോഴേ വിധവയായിട്ട് വന്നവരല്ല അല്ലേ, ജനിച്ചപ്പോഴേ ആരെങ്കിലും വിധവയായിട്ട് വന്നിട്ടില്ല. അപ്പം ആ പേര് തന്നെ ശരി എന്തോ ഒരു എന്താ പറയുക നമ്മളെ വളരെ കൂടി ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ ഓപ്പണായിട്ട് തന്നെ ഇതിൽ തന്നെയാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്, വേദിയിൽ തന്നെ പറഞ്ഞതാണ്. ഞാൻ പിന്നെ എന്താ പേര് വയ്ക്കുന്നത് ചോദിച്ചാൽ പങ്കാളി നഷ്ടപ്പെട്ടവർ നമുക്ക് ഉപയോഗിക്കാം. വെച്ചാൽ അവർ പങ്കാളികളായിരുന്നു, കൂടെ ചേർന്നവരാണ്. അവർ വേർപെട്ട് പോയി. അതിനുശേഷം നമ്മൾ സ്ത്രീകൾ മാത്രം അങ്ങനെ വിധവകളായത്, വിധവൻ എന്നൊരു വാക്കില്ല ഉണ്ടാ. അപ്പം അതുപോലെ അപ്പം നമ്മളൊരിക്കലും വിധവ അല്ല. കാരണം എല്ലാവരുടെയും പതി ഭഗവാനാണ്. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എല്ലാവർക്കും ഒരു പതി ഉണ്ടല്ലേ, ഭഗവാനല്ലേ അത് പ്രപഞ്ചനാഥനായിട്ടുള്ള. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരി നമ്മൾ എവിടെയാണ് വിധവയാകുന്നത്? ഞാൻ എപ്പോഴും പറയും ഞാൻ വിധവയല്ല, ഞാൻ വിധവയെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എൻ്റെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ട്. ഞാൻ ഭഗവാനെയാണ് പതിയായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. നമ്മളെ പരിപാലിക്കുന്നവരാരോ അവരാണ് പതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ ശരി നമ്മൾ ഒറ്റയ്ക്കുമല്ല വിധവയല്ല, നമ്മളെ ആർക്കും എന്താ പറയാ ദുർബലരാക്കാനും സാധിക്കില്ല, ഭഗവാൻ കൂടെ ഉണ്ടായിട്ട്. അപ്പൊ നമുക്ക് കുറെ വിശേഷങ്ങൾ രവീന്ദ്ര മാഷിന്റെ അറിയാൻ പറ്റി. അതുപോലെ തന്നെ മാം പറഞ്ഞ കുറെ വാക്കുകൾ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ. പ്രത്യേകിച്ച് മാമിന്റെ ജനറേഷനിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്കൊക്കെ അത് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. അങ്ങനെ ഒരു ചിന്ത അവർക്ക് ഉണ്ടാവാൻ പോലും പലർക്കും അറിയില്ല കേട്ടോ, അറിയില്ല. എങ്ങനെ നമ്മൾ സ്വാഭാവിക മനുഷ്യർ എല്ലാവരും ദുഃഖത്തിൽ പെടും. എല്ലാവർക്കും ഇങ്ങനൊരു അവസ്ഥ എപ്പോഴെങ്കിലും നാളെ ഉണ്ടാവും. പക്ഷെ അതിന് എങ്ങനെ പുറത്ത് വരണമെന്ന് പലർക്കും അറിയില്ല. ഈവൻ എനിക്ക് ഒട്ടും അറിയില്ല. നമ്മൾ 2 വർഷം വരെയും ശരി അങ്ങനെ അതിൽ തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു വഴി തെളിഞ്ഞു കിട്ടിയത്. പക്ഷെ ഇങ്ങനെ ഒരു വഴി ഉണ്ട്, ഇതുമൂലം നമുക്ക് അങ്ങനെ അതിൽ നിന്ന് ഒരു മറ്റു ലോകത്തേക്ക് കടക്കാൻ പറ്റും എന്നുള്ളൊരു നമുക്ക് മനസ്സിലായത് നമ്മൾ അതിലേക്ക് പോയത് കൊണ്ടാണ്. പക്ഷെ പല പേർക്കും ഇന്നും അത് അറിയില്ല. നമ്മൾ എന്നുവെച്ചാൽ എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്കാണ്.
അല്ലേ? ഇടയിൽ വന്ന് കൂടി ഉണ്ട്, പിന്നെ ഇടയിൽ വിട്ടു പോകുന്നു, നമ്മൾ വിട്ടു പോകും, അല്ലെ അവർ വിട്ടു വരുമ്പോൾ. പക്ഷെ നമ്മൾ പിന്നെ പോകേണ്ടെന്ന് ഒറ്റയ്ക്കാണ്, യാത്ര തുടരേണ്ടെന്ന് ഒറ്റയ്ക്കാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ തളരാതെ മുന്നോട്ട് പിടിച്ച് നമുക്ക് അവിടെയും വേണം ഒരു ഇത്. ഒരു പീരീഡ് നമ്മൾ ജീവിക്കുന്നു, അല്ലേ? നമ്മുടെ ആയുസുള്ളവർക്ക് നമുക്ക് ജീവിക്കണ്ടേ? അപ്പൊ നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. അതിന് നേട്ടം, അതും ഉപയോഗമുള്ളതാണ്, പ്രയോജനമുള്ളതാണോ എന്നുള്ളത് നമ്മൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം ശരിക്കും. അതുകൊണ്ട് ഒരു നഷ്ടം വന്നു കഴിഞ്ഞ് തീർച്ചയാണ് ഹസ്ബൻഡ് വൈഫ് അത്രത്തോളം ബന്ധമുള്ളവരാണ്. അത്രയ്ക്കും വലിയൊരു ഡിവൈൻ ബന്ധം പോലെ ഇല്ലെന്നുള്ളതാണ് ഹസ്ബൻഡ് വൈഫ്. ദാമ്പത്യ ജീവിതം പോലെയുള്ളൊരു ഡിവൈൻ ലൈഫ് എന്നേ പറയുള്ളൂ. ശരിക്കും ഡിവൈനാണത്. കാരണം നീ നിൻ്റെ അമ്മയെ സ്നേഹിക്കുന്നതിൻ്റെ അമ്മ ആയതുകൊണ്ടാണ്, എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്ന അച്ഛനായതുകൊണ്ടാണ്, ബന്ധുക്കളായതുകൊണ്ടാണ്. പക്ഷെ എവിടെ നിന്നോ വന്നൊരു ഒരു പുരുഷനും താലി ചേർത്തിൻ്റെ പിറ്റേന്ന് തൊട്ട് എല്ലാവരെയൊക്കെ വലുതായി മാറുക. ദൈവം കൂട്ടിച്ചേർക്കുകയാണ് എവിടെയോ ഉള്ള ഒരാളിന് എവിടെയോ ഉള്ള ഒരു പെൺകുട്ടികൾ ചേർത്ത് വെക്കുന്നത്. പിന്നെ അവർ ഒരുമിച്ച് ശരീരവും മനസ്സും പങ്കിട്ട് ജീവിക്കുക. ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ പ്രാണവേദനയാണ്, പ്രാണം നഷ്ടപ്പെടുന്ന വേദന തന്നെയാണ്. പക്ഷെ എങ്കിലും ആരും കൂടെ മരിക്കാറില്ല. എത്ര സ്നേഹമുള്ള ഭാര്യയാണെന്ന് പറഞ്ഞാലും ഇനി ഭർത്താവില്ല ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൂടെ മരിച്ചവരെ കണ്ടിട്ടുണ്ടോ? ആരില്ല. ഭർത്താവാണെങ്കിലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ തുടർന്ന് ജീവിക്കണം എന്ന് വരും, അല്ലേ? അപ്പോൾ ആ ജീവിതം എന്തെങ്കിലും പ്രയോജനമുള്ളതാക്കണം. അങ്ങനെ സ്വയം കരഞ്ഞു വിളിച്ച് സ്വയം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ആ ഭാരമായിട്ട്, എൻ്റെ ഗുരുനാഥൻ എനിക്ക് ആദ്യം ഒരു ഉപദേശം അതാണ്, സ്വയം ഭാരമാകാതെ മറ്റുള്ളവർക്ക് ഭാരമാകാതെ 10 പേർക്കെങ്കിലും ഉപകാരപ്രദമായി ജീവിക്കുക എന്നൊരു ഉപദേശമാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ഞാൻ അപ്രകാരമാണ് ജീവിക്കുന്നത്.